ഇപ്പോൾ ഉപേന്ദ്രനാഥക്കുറുപ്പ് റോഡ് സേഫ്റ്റി വിദഗ്ധൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാഥക്കുറുപ്പ്, താങ്കൾക്ക് ഈ ഇന്നലെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എന്താണ് തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്? ആ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞത്, ആ കുടുംബത്തിനുണ്ടാക്കിയ നഷ്ടം, കേരളമാകെ ദുഃഖത്തിലായിരുന്ന ആ സംഭവം, ആരുടെ വീഴ്ചയാണ് ആ അപകടം? തീർച്ചയായിട്ടും ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച തന്നെയാണ്, യാതൊരു സംശയം വേണ്ടല്ലോ. അത് ഞാനാരെയും കുറ്റപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി പറഞ്ഞത് 50% റോഡ് അപകടങ്ങൾ ഇന്ത്യയിൽ കുറയും. കാര്യം 1,68,000 പേരെ കൊന്നിട്ട് ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ നീളത്തിലുള്ള ഹൈവേകൾ പണിയുമ്പോൾ ഓരോ കിലോമീറ്ററും സുരക്ഷിതമുള്ളതാണോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം റോഡുകൾ പണിത് പോവുകയാണ്, ഹൈവേകൾ പണിത് പോവുകയാണ്, നല്ലതാണ്. പക്ഷേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ദേശീയ തലത്തിൽ റോഡ് സുരക്ഷാ ബോർഡ് സ്ഥാപിച്ചു എന്ന് 2022 ഇന്ന് വരെ അതിനൊരു ചെയർമാനോ മെമ്പേഴ്സോ ഒന്നും തന്നെ ആയിട്ടില്ല. കൂടാതെ ഈ ദേശീയപാത വെച്ച 1800 കിലോമീറ്റർ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് നേരത്തെ നമ്മുടെ കേരള PWDയുടെ ഒരു ഡിവിഷനായിരുന്നു, NH ഡിവിഷൻ. അത് ദേശീയപാത അതോറിറ്റി ഫോം ആയപ്പം അവർ ചോദിച്ചു, നമ്മൾ കൊടുത്തു. അതുവരെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ദേശീയപാത അവർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു പ്രോജക്റ്റ് ഡയറക്ടർ പാലക്കാട് ഇരിപ്പുണ്ട്, അയാളോട് മെയിൽ അയച്ചാലോ വിളിച്ചാലോ അയാൾ റെസ്പോണ്ട് ചെയ്യില്ല. നമ്മുടെ ഭാഷ സംസാരിക്കാതിരിക്കാൻ വേണ്ടി കുറെ ഹിന്ദി സ്പീക്കിംഗ് എന്ന് വെച്ചാൽ അവർ ഇന്ത്യക്കാരെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഈ നാടിനോട് എന്താ താല്പര്യം? ഇപ്പൊ എന്റെ നാട് അങ്കമാലിയാണ്, ഞങ്ങളുടെ അടുത്താണ് എയർപോർട്ട് ഉള്ളത്. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഒരു ഷോൾഡർ ഒന്ന് വീതി കൂട്ടണം 1 കിലോമീറ്റർ. ആകെ വരുന്ന ചെലവ് 2.5 കോടി രൂപയാണ്. അത് ചെയ്യാനായിട്ട് 10 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ പിന്നിൽ നടക്കുകയാണ്. കാര്യം എത്രയോ യുവാക്കള് ഗൾഫിൽ പോകാനാകാതെ എയർപോർട്ടിൽ 3 മണിക്കൂർ മുമ്പേ പോകാൻ പറ്റാതെ അങ്കമാലിയിലെ ഗതാഗത കുരുക്കി പെടുന്നുണ്ട്. ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴേ ഞങ്ങൾക്കൊരു ഛേദവും ഇല്ല എന്ന് പറയുന്ന ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് മാറ്റണം. ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി സാറിനെ ഇപ്പൊ കേൾക്കുന്ന BJPയുടെ സുഹൃത്തിന് ചോദിക്കാം. മുരളീധരൻ സാറിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാനൊരു പ്രൊപ്പോസൽ കൊടുത്തു, റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി കേരളത്തിലെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട്. അത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും. കാര്യം ഞാൻ എന്റെ ഡിസ്ട്രിക്റ്റിൽ 30% ആക്സിഡന്റ് കുറച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നു. എന്നെ നിങ്ങളുടെ ഈ പരിപാടി, കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ പരിപാടികൾ എന്നെയും ഞങ്ങളുടെ കുറെ വോളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞൊരു പ്രൊപ്പോസൽ കൊടുത്തു. സ്കൂളിൽ റോട്ടേറ്റ് പഠിപ്പിക്കുന്ന ഉൾപ്പെടെ. അത് മുരളീധരൻ സാർ അവിടെ നിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, റോഡ് സുരക്ഷ സ്റ്റേറ്റിന്റെ ചുമതലയാണ്, അദ്ദേഹത്തിന് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തത്. ശരി, താങ്കൾ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ട്. താങ്കൾ ചൂണ്ടിക്കാട്ടിയതാണ് യഥാർത്ഥ കാര്യം. നേരത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയിലുള്ള ദേശീയപാത വിഭാഗമുണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി വന്നപ്പോഴത്തേക്ക് അത് കൂട്ടിക്കെട്ടി അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു.